ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബറാത്തിന് നമ്മൾ പിടിക്കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതെന്താ ഇതിന് പിടിക്കറി എന്ന് പറയുന്നത് എനിക്കറിയില്ല. എല്ലാവരും ഇല്ലേ ബറാത്തായ ചോദിക്കും, ബറാത്തിന് കറി വെച്ചോ കറി വെച്ചോ, എന്താ പായസം എന്ന് പറയാത്തത്? അതെനിക്കറിയില്ല. നമ്മളൊരു സ്ലാങ് അങ്ങനെയാണ്. കറി വെച്ചോ എന്ന് എല്ലാവരും ചോദിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മൾ പിടിക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലോണം തേങ്ങാപ്പാൽ എടുക്കണേ. തേങ്ങാപ്പാലിൻ്റെ കാര്യത്തിലില്ലേ നമ്മൾ പിശുക്ക് കാണിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല പച്ചത്തേങ്ങ 4 എടുത്തിട്ട് ഒന്നാം പാൽ രണ്ടാം പാലിലും പിഴിഞ്ഞെടുത്ത് പിന്നെ നമ്മൾ കുറച്ച് അരി അരച്ചിട്ട് ചേർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറവാന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഓർക്കുന്നത് ഞാനില്ലേ കടലപ്പരിപ്പ് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത്. എൻ്റെ എപ്പോഴും മിസ്റ്റേക്കാണ്. ഞാൻ എല്ലാം എഴുതിയെടുക്കും, വാട്സപ്പിൽ എഴുതി അയക്കും, പിന്നെന്താണ് ഞാൻ പേപ്പറിൽ എഴുതിയെടുക്കും. എന്നാലും എന്തെങ്കിലും ഒന്ന് വായിക്കാതെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. എൻ്റെ വഴിയിരിക്കുന്ന മൊത്തത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് കടലപ്പരിപ്പ് വാങ്ങിക്കാതെ വന്നിട്ട്. എന്നാലും കുഴപ്പമില്ല, ഇത് ഞാൻ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും. കടലപ്പരിപ്പ് ഇല്ലയെന്നൊന്നും ആരും വിചാരിച്ചിട്ട് ഇതിനൊരു ടേസ്റ്റ് കുറവൊന്നുമില്ല. ഞാൻ എന്ത് ചേർക്കും, നല്ല പോലെ കാഷ്യൂസ് അങ്ങ് ഗീയിൽ വറുത്തെടുത്തിട്ടങ്ങ് ചേർത്ത് കൊടുക്കും. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചേട്ടാ. എന്നിട്ട് കുറച്ച് ഈ പഴം അപ്പാടെ ഇതിൽ മുറിച്ചിടുകയാണ് എല്ലാവരും ചെയ്യുക. അവിടെയും നമ്മളൊന്ന് മോഡിഫൈ ചെയ്തിട്ട് അതിനൊന്ന് ഗീയിൽ വാട്ടിയിട്ട് ചേർത്ത് കൊടുക്കും. ഈ പച്ചക്ക് ഈ പഴം ഇതിൽ നിന്ന് കഴിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. നേരെ മറിച്ച് പുതിയാപ്ലാറിലുള്ള സമയത്താണ് നമ്മളിതിൽ ഉന്നക്കായും കൂടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഉന്നക്കായ് മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാക്കുവേ. അപ്പോൾ ഗീ മെൽറ്റ് ചെയ്തിട്ട് അതിൽ ഞാൻ കാഷ്യൂസും പഴവും ഒക്കെ വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ ഇല്ല കുറച്ച് മധുരം ഇടാണ്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഉമ്മാക്കൊക്കെ ഷുഗറാണ്, അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും കുറച്ച് ഞാൻ മാറ്റി വെച്ച്. എന്നിട്ട് ഇപ്പുറത്തെ സ്റ്റൗവിൽ നല്ലോണം ഗീയിൽ പഴവും കാഷ്യൂസൊക്കെ അങ്ങ് വറുത്തെടുത്ത് പായസം വെച്ചെടുത്തപ്പോൾ ഇല്ലേ കടലപ്പരിപ്പ് വാങ്ങിക്കാതെ എന്നെ ചീത്ത പറഞ്ഞ ഉമ്മയൊക്കെ 4-5 ഗ്ലാസ് കുടിച്ചിട്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ലല്ലേ കടലപ്പരിപ്പ് ഇല്ലായിട്ടും. അപ്പോൾ കുറുകി തണിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പായസമായിരുന്നു ഇപ്രാവശ്യത്തെ ബറാത്ത്. നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ എല്ലാ ബറാത്തിനും ഇങ്ങനെ പിടിക്കറി വെക്കേണ്ട ഭ്രാന്ത് വീട്ടിലായിരിക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ.